മിസ്റ്റർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മറ്റേ ജയൻ കെട്ടിയ പെണ്ണെന്ന് പറയുന്നത് ജയനെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു പെണ്ണാണ് രുക്മിണി എന്ന് വെച്ചാൽ രുക്കു. മനസ്സിലായോ? ഞാൻ അവളെ വിളിച്ച് സംസാരിച്ച്. അപ്പൊ അവളുടെ മനസ്സിൽ ബിനു പോലീസ് എന്ന് പറയുന്ന നിങ്ങളില്ല. നിങ്ങളുടെ ഈ വെങ്കലം കമത്തിയ മുഖം അവളുടെ മനസ്സിലില്ല. മനസ്സിലായ? പകുതി ഫാസിൽ എന്ന് പറയുന്ന നമ്മുടെ ജയന്റെ മുഖമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇടപെട്ടു, അവരുടെ കല്യാണം നടത്തി കൊടുത്തു. ഇതിലെവിടെയാണ് കുഴപ്പം? കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എന്റെ ജീവിതമാണ് നീയൊക്കെ തകർത്തത്. നിനക്കൊരു കണ്ണിച്ചോരയില്ലേടെ നിനക്കൊന്നും? നിങ്ങളൊരു ഓഫീസറായി പോയി. അല്ലെങ്കിൽ ഇതിന് പച്ച മലയാളത്തിൽ ഞാൻ മറുപടി തന്നേനെ. മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് മറ്റേ വൺ വേ ആണ്. അങ്ങോട്ട് കയറി ചെല്ലാനേ പറ്റുള്ളൂ. മനസ്സിലായ? നമുക്ക് തോന്നും പോലെ യു ടേൺ അടിക്കാൻ പറ്റൂല. അതിന്റെ ചാരുവിന്റെ കാര്യത്തിൽ നടക്കൂല. ആരാ? ചാരുവിനെ എനിക്ക് വേണം. ചാരുവിന്റെ അച്ഛൻ ഞാൻ അല്ല. എനിക്ക് 2 പിള്ളേരേ ഉള്ളൂ, സുനുവും പിനുവും. ബിനുക്കുട്ടനും സുനുക്കുട്ടനും. അവര് ചാരുവിന്റെ തന്ത ഞാനാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്തിന് എന്റെ റിപ്പോർട്ട് ചെയ്യും ഈ കാര്യം. നീ ചാരുവിന്റെ തന്തയ്ക്ക് വിളിച്ചത്? ആദ്യം കമ്മീഷണറിനെ പരിചയപ്പെടാൻ, എന്നിട്ട് ചാരുവിനെ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ എന്താണ് പറഞ്ഞു പറഞ്ഞത്? ചാരുവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നതാണ് നമ്മുടെ പവികാന്തൻ. അവർക്ക് ഇഷ്ടം. ജീവനെ തുല്യം എനിക്ക് അറിയാം. മുത്തുച്ചിപ്പി നീ വായിച്ചിട്ടുണ്ടോ? നീ അവന്റെ കഥ ലക്കം 3-ാം ലക്കത്തിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിലുണ്ട്. ആരെ പറയുന്നത്? നീ അതിന്റെ മുത്തുച്ചിപ്പി 8 വർഷമായിട്ട് മുത്തുച്ചിപ്പിയിൽ കഥ എഴുതിയ ഒരാളാണ് ഞാൻ. നിന്നെ കാണുമ്പോ എനിക്കറിയാം. സുനിത ഭാസ്കരൻ എന്നുള്ള പേരിൽ കള്ളക്കഥ എഴുതിയത് എന്തേലും. ഞാൻ പവികാന്തന്റെ കഥ എവിടെ വന്നു? കള്ളം പറയരുത്. നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്. പ്രേമത്തിന് വേണ്ടി എന്റെ മുമ്പിൽ വന്നിരുന്ന് പൊറാട്ട് നാടകം കളിക്കരുത്. എന്റെ ബൊറോട്ട നാടകമല്ല, പൊറാട്ട് നാടകം. അത് നമ്മൾ പത്രക്കാരുടെ വാക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പവികാന്തൻ അവളെ പ്രേമിക്കാൻ പാടില്ല. നീ അതിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നീ അവനെ ജോലി പറഞ്ഞു വിടണം. ഇല്ലെങ്കിൽ അവനെ പറഞ്ഞു വിലക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ നിന്റെ അഗ്നിപത്രം അഗ്നി കൊണ്ടുപോയിട്ട് മാറും. എങ്ങനെ? കേരള പോലീസാണ് പറയണത്. എങ്ങനെ മാറും? പോലീസിലും ഗുണ്ടകളുണ്ട്, അറിയാമോ? അതാക്കല്ല എന്നെ കേട്ടാ. ഭീഷണി എന്ത്? എന്തടാ? നിങ്ങൾ നോക്കിക്കോ. പവികാന്തനെ ഞാൻ പറഞ്ഞു വിലക്കിയിരിക്കും. അങ്ങനെ പറ. എന്ന് വെച്ചാൽ ഇത് വല്ലോന്റെ ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ബോംബും നാടൻ പടക്കമൊന്നും കിട്ടും. അത് നീ നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. ജീവിച്ചു പോട്ട്. അതെ, പറഞ്ഞു വിലക്കണം കേട്ടോ. ഇനി വരുത്തിക്കില്ല. ഇല്ല സാറ് ധൈര്യമായിട്ട് പോവാം. ഞാൻ പറഞ്ഞു വിലക്കാൻ. ഇവിടെ എന്റെ ഈ പരസ്യ ഗാനം പോയിട്ട് പഠിക്കൂടെ നിനക്ക്? സാറ് പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? പാടല്ല. സൂപ്പർ ആയല്ല. നമ്മുടെ ചെറുകൻ പ്രേമിക്കാൻ പാടില്ല. എവരത് പറയാൻ? കിഴങ്ങ് പയലല്ല, മൂത്താപ്പ എവിടെയോ കിടന്ന്. എന്നിട്ട് കൊച്ചു പെമ്പിള്ളേരെ പുറകെ നടക്കണം പ്രേമിച്ച് കെട്ടാൻ വേണ്ടി. അവനിപ്പോ കെട്ടിച്ചു കൊടുക്കാൻ ചാരുല്ലതയാ. സൂപ്പർ ആയല്ല ചിക്കൂസ് ഫിഷപ്പ് സൂപ്പറാ.